ദിവ്യ ചേച്ചി, ഹായ്. ചേച്ചി, എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചേച്ചി എടുത്ത് ചോദിക്കാനുണ്ട്. ഇപ്പൊ പറ്റുമോ? സമയമുണ്ടോ? എങ്കിൽ പിന്നെ ഇത് മേടിച്ചോ. അതല്ലേ. അപ്പൊ ഞാൻ ചോദ്യം ചോദിച്ചു തുടങ്ങട്ടെ? ചേച്ചി പതുക്കെ അതങ്ങ് വെച്ചോ. ചേച്ചി ഒരു 53 ക്വസ്റ്റ്യൻ പെട്ടെന്ന് ടപ്പേന്ന് ചോദിക്കേ. എന്തോ ചേച്ചി? എന്തോ ആണോ? അയ്യോ, 3 പ്രാവശ്യം ചോദിച്ചോ? സോറി ചേച്ചി. സുഖമായിട്ടിരിക്കുന്നു. അതല്ലേ ചേച്ചിയുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനും ഒരു 53 ക്വസ്റ്റ്യൻസ് ചേച്ചി ജസ്റ്റ് ഒന്ന് ചോദിച്ചു പടപടേയും ചോദിക്കാനാവുന്നത്. അതെ, ഓക്കെ. അപ്പൊ ചോദിക്കട്ടെ ഞാന്? ചേച്ചി ചെയ്യേണ്ടതൊക്കെ ചെയ്തു കേട്ടോ. ഓക്കെ ചേച്ചി, നമ്മുടെ ക്രിസ് വേണുഗോപാൽ സാറില്ലേ, ജീവിതത്തിൽ വന്നപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാ? അഭിനയിച്ചതിൽ ഏത് സീരിയലാണ് ഏറ്റവും ഇഷ്ടമുള്ളത്? ആൽബത്തിൽ അഭിനയിക്കാൻ വിളിച്ച പോകുമോ? പോ. സീരിയലിനെ കുറിച്ചുള്ള അഭിപ്രായം? സീരിയലിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം? നല്ല അഭിപ്രായം മതി മതി. സിമ്പിൾ ക്രിസ്പി ആൻസർ ആണ് നമുക്ക് വേണ്ടത്. ക്രിസ്പ് ആയിട്ടുള്ള ആൻസർ. മേക്കപ്പ് ഇടാൻ ഇഷ്ടമാണോ? ലൈറ്റ് മേക്കപ്പ്. ഇപ്പൊ മേക്കപ്പ് ഇട്ടിട്ടുണ്ടോ? എന്നാൽ ഏത് മേക്കപ്പ് പ്രോഡക്ട്സ് ആ ഉപയോഗിക്കുന്നത്? ധർമ്മ. മേക്കപ്പിന് എത്ര സമയം എടുക്കും? ഷോപ്പിങ്ങിന് പോകുമ്പോ ഏത് വാങ്ങാനാണ് കൂടുതൽ സമയം എടുക്കുന്നത്? ആ പിന്നെ ഷോപ്പിങ്ങിന് പോകുമ്പോ എന്ത് സാധനം വാങ്ങാനാണ് കൂടുതൽ സമയം എടുക്കാറ്? ഇഷ്ടമുള്ള കളർ ഏതാ? കാലത്തെ നേരത്തെ ഉണരുന്ന വ്യക്തിയാണോ? നേരത്തെ എണീക്കോ? മക്കളിൽ ആരോടാണ് കൂടുതൽ ദേഷ്യപ്പെടാറുള്ളത്? ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത് ഏത് കാര്യത്തിലാ? യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള സ്ഥലം? സംസാരിച്ചതിൽ ഏറ്റവും ഇഷ്ടം തോന്നിയ വ്യക്തി? അതായത് സംസാരിക്കുമല്ലോ നമ്മളിപ്പോ ഡെയിലി ലൈഫിൽ ഓരോരുത്തരടുത്തും സംസാരിക്കുമല്ലോ, അങ്ങനെ സംസാരിച്ചതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയ വ്യക്തിയാണ്? വീട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം ഏതാ? ആണോ? കാര്യങ്ങൾ തുറന്നു പറയുന്നത് ആരോടാണ്? ഈ നിമിഷത്തിൽ ഇപ്പോ എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? അതാണോ ഇപ്പൊ ഓർത്തത് അല്ലേ? അതാണ് ഞാൻ ചോദിച്ചത്, ഈ നിമിഷത്തിൽ ഓർക്കുന്നത് എന്ത്? ലിഫ്റ്റ് പ്രശ്നം ഉണ്ടോന്നല്ലേ നോക്കിയത്? മകളെ ആരാക്കണമെന്നാണ് കൂടുതൽ ആഗ്രഹം? മകളെ മക്കളോട് എപ്പോഴും പറയുന്ന കാര്യം എന്താ? നല്ലതായിട്ട് പറയാൻ സ്നേഹിക്കുക, അവരുടെ കാര്യം ജോലി ചെറുതാണെങ്കിലും ചെറിയ പൈസ ആണെങ്കിൽ സ്വന്തമായിട്ട് തൊഴിൽ കണ്ടത്. സീരിയലിൽ ധരിക്കുന്ന സാരികൾ വീണ്ടും ധരിക്കാറുണ്ടോ? അല്ല, അല്ലാതെ യൂസ് ചെയ്യാറുണ്ടോ? സീരിയലിൽ ഇപ്പം കുറച്ച് ഷെഡ്യൂൾ കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യും. വിവാഹം വൈറൽ ആയപ്പോ എന്താ തോന്നിയത്? സന്തോഷം തോന്നി. കൂടുതലെന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം എനിക്ക് സാധിച്ചു. അത് ഞാൻ ആഗ്രഹിച്ചാലും ഉപരി എത്രയോ മടങ്ങ് സാധിച്ചു. പിന്നെ ഒരുപാട് ആൾക്കാരുടെ സ്നേഹം തിരിച്ചറിയാൻ വേണ്ടി പറ്റി, കിട്ടി. സ്നേഹം കിട്ടി, അവരെ ബ്ലെസ്സിങ്സ് എല്ലാം പറ്റി. ജീവിതത്തിൽ ഒറ്റപ്പെട്ട നിമിഷം? അയ്യോ,
ഒറ്റപ്പെട്ട നിമിഷം എന്ന് വെച്ചാൽ ഏതാണെന്നാണ്. ഞാനിപ്പോ ഒരു കുറെ വർഷമായിട്ട് തന്നെ ആയിരുന്നല്ലോ. അങ്ങനെയൊന്നുമില്ല, എല്ലാത്തിനും അങ്ങനെ തന്നെയായിരുന്നു. ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യാനാണ് ആഗ്രഹം? എനിക്കിങ്ങനെ ഇത് ഞാൻ മരിക്കുമ്പോൾ നല്ലൊരു ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലിൽ തന്നെ മരിക്കണം. ഏറ്റവും ഇഷ്ടപ്പെട്ട പിന്നെ എനിക്ക് തമിഴ് സീരിയൽ ചെയ്യണം, നല്ലൊരു മൂവി ചെയ്യണം. ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം? എനിക്ക് സാരി ഇഷ്ടമാണ്. സാരി എന്ന് പറഞ്ഞില്ല. അപ്പൊ ദൂരയാത്രകൾ പോകാനും ഒക്കെ കംഫർട്ടായിട്ട് തോന്നും. ജീൻസ് ടീഷർട്ടൊക്കെ. ഇഷ്ടമുള്ള ഭക്ഷണം? ഫ്രൈഡ് റൈസ്, ബട്ടർ ചിക്കൻ. ചേച്ചിയും ക്രിസ് സാറും ഒരുമിച്ച് പോയ സ്ഥലം? കുറെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. കണ്ണൂർ പോയിട്ടുണ്ട്, ഹൈദരാബാദ് പോയിട്ടുണ്ട്, മക്കളും കൂടി ഉണ്ടായിരുന്നു, ചെന്നൈ പോയിട്ടുണ്ട്. ചേച്ചി സീരിയലിൽ നെഗറ്റീവ് റോളുകളാണ് ചെയ്യുന്നത്. ജീവിതത്തിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നെഗറ്റീവ് റോൾ ചെയ്യാൻ? അയ്യോ, അല്ല, ഞാൻ ആ സീരിയലിൽ അഭിനയിക്കുന്ന ആളും ഞാൻ ചില കാര്യത്തിലൊക്കെ ഓക്കെയാണ്. ഞാൻ ഇപ്പം ചില കാര്യത്തിൽ അമ്മ പറയും, അല്ല ഏട്ടനായിട്ട് പറയും, അഭിനയിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നതല്ലേ ദേഷ്യം. അത് മക്കളോടില്ല. ഇപ്പം അമ്മ മക്കൾ എന്നുള്ളൊരു ക്യാരക്ടറാണ്. ഇപ്പം ആദിന എന്ന് പറയുന്ന സീരിയലിൽ എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ പിടിച്ച് എടുക്കില്ലെങ്കിലും ഞാൻ ദേഷ്യപ്പെട്ടു. സീരിയലിൽ അഭിനയിക്കുന്നതാണോ സിനിമയിൽ അഭിനയിക്കുന്നതാണോ ഇഷ്ടം? രണ്ടും ഇഷ്ടമാണ്. സിനിമ കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. സീരിയൽ കിട്ടാൻ പ്രയാസമാണ്, കിട്ടും. എന്നാലും സീരിയലാകുമ്പോൾ നമുക്ക് ഡെയിലി വീട്ടിലോട്ട് വന്ന് ചെയ്യാം. പിന്നെന്താ, കുറച്ച് ദിവസം കുറച്ച് ഫ്രണ്ട്സുകൾ കിട്ടും. എനിക്കിഷ്ടമാണ്, രണ്ടും ഇഷ്ടമാണ്. വീട്ടിലിരിക്കുമ്പോൾ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം എന്താ? എനിക്ക് എൻ്റെ ഏട്ടനോട് ചോദിച്ചാൽ മതി. 4 ഷെൽഫുണ്ട്. ഷെൽഫ് കംപ്ലീറ്റ് വിളിച്ചുക, രസമൊക്കെ മുടക്കി വെക്കുക, ഫുഡുണ്ടാക്കുക, പിള്ളേരുടെ കാര്യം നോക്കുക. പിന്നെ ഉണ്ടാകുമ്പോൾ ഏട്ടന് ഫുഡുണ്ടാക്കി കൊടുക്കുക. ആളുകൾ ഫോട്ടോ എടുക്കാൻ വരാറുണ്ടോ? ഓ, ഇഷ്ടംപോലെ ആൾക്കാരാണ്, ഇഷ്ടംപോലെ. ഇഷ്ടമുള്ള വസ്ത്രം? നാടൻ ലുക്കാണോ അതോ മോഡേൺ വസ്ത്രങ്ങളാണോ കൂടുതൽ ഇഷ്ടം? രണ്ടും ഇഷ്ടം, രണ്ടും ഇഷ്ടം. ഇപ്പോൾ അഭിനയിക്കുന്ന സീരിയലിന്റെ പേരെന്താണ്? സിനിമയിൽ ആരുടെ കൂടെ അഭിനയിക്കാനാണ് ഇഷ്ടം? സിനിമയിൽ ആരുടെ കൂടെ അഭിനയിക്കാനാണ് ഇഷ്ടം? അങ്ങനെ ഒരു അത്യാഗ്രഹങ്ങളൊന്നും ആരും കൂടിയാണ്. സിനിമ ചെയ്യണം, ഒരു നല്ലൊരു ക്യാരക്ടർ ചെയ്യണം. ഒരു സീനായാലും നല്ലൊരു ക്യാരക്ടർ, രജിസ്റ്റർ ആവുന്ന ഒരു ക്യാരക്ടർ ചെയ്യണം. ഏത് റോൾ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം? നല്ല ഇഷ്ടമാണ്. പാട്ട് പാടാനാണോ ഡാൻസ് ചെയ്യാനാണോ ഇഷ്ടം, അതോ റീൽസ് ചെയ്യാനാണോ? ആദ്യമൊക്കെ ഒരു ഭ്രാന്ത് ഉണ്ടായിരുന്നു റീൽസിനോട്. റീൽസ് തന്നെയാണ് പാട്ടാണ് ഇഷ്ടം. ഡാൻസ് ആഗ്രഹമുണ്ട്, മുന്നേ ചെയ്യുമായിരുന്നു. ഏതുതരം പാട്ടുകളോടാണ് ഇഷ്ടം? നല്ല മെലഡി സോങ് എല്ലാം ഇഷ്ടമാണ്. വീട്ടിലിപ്പം നോക്കിയാൽ മൊത്തം വേടന്റെ പാട്ടല്ലേ ഉള്ളൂ. അപ്പൊ അതിനോട് പോകും, എന്താ കേൾക്കുന്നത് അതിനോട് പോകും. ക്രിസ് വേണുഗോപാൽ ജീവിതത്തിലേക്ക് വേണമെന്ന് തോന്നിയത് എപ്പോഴാണ്, എവിടെ വെച്ച്? അല്ല, ഇന്ന വ്യക്തി എന്നല്ല, എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞത് ഒരിക്കലും കുറെ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതായിരുന്നു. ഒരു പ്രായമുള്ള ഒരാൾ, ലുക്കിലല്ല ശരിക്കും പ്രായമുള്ള ഒരാൾ, എന്നെ ഭാര്യമാര് മരിച്ചതോ അല്ലെങ്കിൽ മക്കൾ ഉപേക്ഷിച്ചതോ അവർക്ക് കിട്ടാത്തൊരു സ്നേഹം കിട്ടാത്ത ആൾക്കാർ ഉണ്ടാവുമല്ലോ. അങ്ങനെ അപ്പൊ പിന്നെ വേണ്ടത് എനിക്കൊരു ചെറിയൊരു വീട്. എനിക്ക് വീടില്ലാത്തായിരുന്നു മെയിൻ പ്രശ്നം. പിന്നെ മക്കളെ സേഫ് ആക്കാൻ പറ്റുന്നില്ല എന്നായിരുന്നു. അത് എനിക്ക് ചെറിയൊരു വീടാണെങ്കിലും കുറച്ച് ഒരാളെ മതി എന്നുള്ളതായിരുന്നു. പക്ഷെ ഞാൻ എന്തോ പത്തരമായിട്ടുള്ളൊരു നിമിത്തം പോലും പോയതാവാം. ജോസായിട്ടാണ് എന്നെ കണ്ടോളാം, ജോസായിട്ടാണ് എന്നെ അതിനകത്തേക്ക് വിളിച്ചത്. ആ ക്യാരക്ടർ മുന്നേ ഒരാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് അതിൽ രസം. ആ വ്യക്തി പോയത് കൊണ്ടാണ് എനിക്ക് അതിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയതും ജോസായിട്ട് എന്നെ തന്നെ വിളിക്കാൻ തോന്നിയതും എനിക്ക് കിട്ടിയത്. ഏത് ഫുഡ് കുക്ക് ചെയ്യാനാണ് ഇഷ്ടം? എല്ലാ ഫുഡും. അഭിനയം കഴിഞ്ഞാൽ പിന്നെ ഏത് മേഖലയാണ് താല്പര്യം? അഭിനയം അല്ലാതെ മറ്റേത് മേഖലയാണ് താല്പര്യം? ഇനിയിപ്പോ എഴുത്തിലോട്ട് പോകും. ദേഷ്യം വന്നാൽ എന്താണ് പെട്ടെന്ന് ചെയ്യാറുള്ളത്? ഞാൻ കടിയാണ്. സ്വന്തം അഭിനയം കാണുമ്പോൾ എന്താണ് തോന്നാറ്? ശരിയാക്കാനുണ്ടെങ്കിൽ ഓക്കെ ഇത് കൊള്ളാം. ഞാൻ ചില സെൻറ്റി സീൻസ് ഒക്കെ കാണുമ്പോൾ എൻ്റെ കണ്ണുന്നതിൻ്റെ വെള്ളം വരും, കണ്ണുനീര് വരും. അപ്പോൾ കൊള്ളാം, കുഴപ്പമില്ല. ചിലതൊക്കെ കാണുമ്പോൾ ഇത് പോലെയാണ് അവിടെ അങ്ങനെ ചെയ്യാനൊക്കെ തോന്നും. ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ആരെയാണ്? എനിക്ക് ഏട്ടന് ഒരുപാട് മിസ് ചെയ്യും.
ഇന്നത്തെ യുവതലമുറയോട് അമ്മ എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത്? അയ്യോ, എന്താ പറയുമ്പോ ഞാനനുഭവിച്ചല്ല, ഞാൻ പറയുന്നത് ഒന്നേ ഉള്ളൂ, നല്ല ലൈഫുകൾ മാത്രം തിരഞ്ഞെടുക്കാൻ, നല്ലത് മാത്രം മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കാം. ഈ ചില ആൾക്കാരുണ്ട് മക്കളെ ഉപേക്ഷിച്ച് പോകാൻ അമ്മമാരുണ്ട്. മക്കളെ ഉപേക്ഷിച്ച് സ്വന്തം എന്താണ് ഇതിന് സുഖത്തിന് വേണ്ടി പോകുന്ന, നല്ല ജീവിതം കിട്ടുന്നു പറഞ്ഞ് പോകുന്ന, അല്ലെങ്കിൽ തല്ലാതിന് മാത്രം പോകുന്ന, അങ്ങനെ കുറേ ആൾക്കാരെ അനുഭവത്തിലൂടെ കണ്ടിട്ടുണ്ട്. അല്ലാണ്ടും ഞാൻ ന്യൂസുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരിക്കലും മക്കളെ ഉപേക്ഷിച്ച് ഒരിക്കലും സ്വന്തം ആഗ്രഹങ്ങൾ ഒരിക്കലും പോകരുത്. ഒന്നും ഒരിക്കലും ശാശ്വതമല്ല. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഏതാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്? ഫേസ്ബുക്ക് ആണോ ഇൻസ്റ്റാഗ്രാം ആണോ? എൻ്റെ മുന്നേ ഉണ്ടായിരുന്നു ഫേസ്ബുക്ക്, പിന്നെ അതൊക്കെ ഫേസ്ബുക്ക് അത്യാവശ്യം കുറച്ച്. ഏത് സീരിയലാണ് ആദ്യമായി അഭിനയിച്ചത്? ഞാൻ ഭദ്ര. സിനിമ സീരിയൽ മേഖലയിൽ ഏറ്റവും അടുപ്പം ആരോടാണ്? സിനിമ സീരിയൽ മേഖലയിൽ അടുപ്പം അങ്ങനെ ബന്ധങ്ങൾ ഞാൻ മുന്നോട്ട് കൂടുതൽ കൊണ്ടുപോകാത്തതാണ്. അതല്ല എനിക്കറിയാം. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അമ്മയാണോ? അല്ല, എന്നാലും ഞാൻ ഫ്രണ്ട്ലിയാണ്. പക്ഷെ എന്നാലും അതുപോലെ പറഞ്ഞു കേൾക്കാറില്ല. ഇങ്ങോട്ട് വിളിക്കുമ്പോ അങ്ങോട്ട് പോകും. സാർ താടി വെക്കുന്നത് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഞാൻ ആ താടി കണ്ടിട്ട് തന്നെയാണ് ഞാൻ സമ്മതിച്ചത്. അപ്പൊ ഇഷ്ടമാണ് എനിക്ക്. സോഷ്യൽ മീഡിയയിലെ നെഗറ്റീവ് കമന്റ്സിനെ എങ്ങനെ നേരിടുന്നു? വേദനയോടെ നേരിടുന്നു. പ്രതികരിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ അവരാരെങ്കിലും നേരിട്ട് വന്നാൽ പ്രതികരിക്കാം. നേരിട്ട് വരട്ടെ, നേരിട്ട് വരണം, ധൈര്യത്തിൽ വന്നു സംശയങ്ങളൊക്കെ തീർക്കുക. അല്ല, നമ്മൾ ഇത്ര ധൈര്യത്തോടു കൂടിയാണ് വിളിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ട്, ഫേക്ക് ഐഡിയ ഒന്നും ഉണ്ടാക്കി ബുദ്ധിമുട്ടണ്ട. ശ്രീകണ്ഠേശ്വരത്ത് വന്നാൽ മതി. ഞാൻ ചിലവരിലൊക്കെ എൻ്റെ നമ്പർ പോലും കൊടുത്തിട്ടുണ്ട്. അത്രക്ക് വിളിക്കാൻ ധൈര്യമുള്ള ആൾക്കാരാണെങ്കിൽ വിളിക്കാം, ധൈര്യമായിട്ട് വരും. എടാ കഴിഞ്ഞോ? ഇപ്പൊ കഴിയും. ഇനി ഒരു 3 ക്വസ്റ്റ്യനും കൂടെ, അതും കൂടെ ചോദിച്ചാൽ നമുക്കൊരു ബൈ പറയാം. സത്യം പറ, എത്ര ക്വസ്റ്റ്യൻ? 53. ഇതിപ്പോ എത്രയായി? 50. ഇനി ഒരു 3 ക്വസ്റ്റ്യനേ ഉള്ളൂ. ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താ? എനിക്ക് മക്കളും ഏട്ടനും അപ്പ അമ്മ നമ്മളെ ഫാമിലി ആയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ എല്ലാ സ്ഥലത്തും പോകുക, കറങ്ങാ. സാറിന്റെ ഇഷ്ടമില്ലാത്തൊരു സ്വഭാവം എന്താ? ഏട്ടനെയാ? അയ്യോ, ഏട്ടന് അത് സംഭവിച്ചാൽ ഇപ്പൊ ദേഷ്യം വരും. അത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എനിക്ക് മനസ്സിലാവില്ല. അപ്പൊ ഏട്ടനെ ഏട്ടനിൽ തന്നെ നിൽക്കും. അപ്പൊ അത് ഞാൻ മനസ്സിലാക്കാൻ കുറെ ടൈം എടുക്കും. അപ്പൊ ഞാൻ എൻ്റെ ഇതിൽ നിൽക്കും. അപ്പൊ പറയുന്ന സിമ്പിൾ കാര്യമായിരിക്കും. അത് കേട്ടാൽ നിങ്ങൾക്ക് അത് പണിയില്ല. അത് ചേച്ചി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒരേ ഒരു ക്വസ്റ്റ്യൻ. നടക്കാതെ പോയ സ്വപ്നം ഏതാ? എനിക്കിപ്പോ നടക്കുമല്ലോ, തമിഴില് ഞാൻ ചെയ്യും, മൂവി ചെയ്യും, അതൊക്കെ തന്നെ. പിന്നെ വീടിപ്പം കണ്ണൂര് റെഡിയാവും, ഇതൊക്കെ തന്നെ. ഇനി ഒരു ദിവസം ആവട്ടെ. 53 ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ലേ? അടുത്താണ് പൊങ്കലിട പോലെ. അതെ. ഓക്കെ, ബൈ.